ഈ മുഖത്ത് മിന്നിമാറുന്ന ചിരി എന്താണെന്നറിയോ? സന്തോഷത്തിൻ്റെ ആ ചിരിയാണ് കേട്ടോ രണ്ടു പേർക്കും. വേറൊന്നുമല്ല, ബേബിക്കുട്ടിയുടെ അച്ഛൻ നാട്ടിലുണ്ട്. അപ്പോൾ സ്കൂളിലേക്ക് ഒരു ദിവസമെങ്കിലും കൊണ്ടാക്കണം എന്ന് അവളുടെ ഏത് കാലത്ത് അപ്പൂട്ടൻ വന്നാലും പറയുന്ന ഒരു ആഗ്രഹമാണ് കേട്ടോ. ഒരു എപ്പോഴും അപ്പൂട്ടൻ അങ്ങനെ കൊണ്ടാക്കാറില്ല, കാരണം സ്കൂൾ ബസ് ഉണ്ടല്ലോ. പക്ഷേ എപ്പോഴെങ്കിലും കൊണ്ടാക്കുക എന്ന് പറയുന്നത് അത് കുട്ടികൾക്ക് അതൊരു സന്തോഷമാണല്ലോ വിചാരിച്ചിട്ട് പറഞ്ഞു ഒന്ന് കൊണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അത് അതിൻ്റെ സന്തോഷമാണ് ഈ മുഖത്ത് കാണുന്നത്. ചേച്ചിയുടെ സ്കൂള് കാണാം എന്നുള്ള സന്തോഷം അനിയനും ഉണ്ട് കേട്ടോ. ആദ്യമായിട്ടൊന്നല്ല അവൻ സ്കൂളിലേക്ക് പോകുന്നത്, പക്ഷെ ഒരു സന്തോഷം. കാറ് കയറി ഉടനെ കടക്കൂട്ടോ, അത് അവൻ്റെ സ്ഥിരം പരിപാടിയപ്പോൾ. കാറ് കയറി യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണേ. അതിനനുസരിച്ച് വയ്യായികകളും വരും കേട്ടോ ഞങ്ങൾക്ക്, പക്ഷേ ആകെ 4-5 ദിവസമല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ സ്കൂളിൻ്റെ അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ ഞാനും അവനും അതുപോലെ തന്നെ ബേബിക്കുട്ടിയും നടന്നു പോയിട്ടോ. അപ്പോൾ കാറിൽ തന്നെ ഇരുന്നു, നിങ്ങൾ പോയിക്കോളേന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ സ്കൂൾ ബസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളായിരുന്നു ഫസ്റ്റ്. പറഞ്ഞതായിരുന്നു 9 മണിക്കൊക്കെ ഇറങ്ങിയാൽ മതിയെന്ന്, പക്ഷേ സ്കൂൾ ബസ് ഇറങ്ങുന്ന ടൈമിൽ തന്നെ ഞങ്ങളും ഇറങ്ങി. കുറച്ച് നേരമൊക്കെ ഞാനവിടെ നിന്ന ശേഷമാണ് കേട്ടോ ഓരോ സ്കൂൾ ബസ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം ഇനി ഒറ്റയ്ക്കാക്കി പോരണ്ട എന്നുള്ളതിൽ. അപ്പോൾ അവളുടെ ക്ലാസ്സിലേക്ക് പോകുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോകണം. ശ്രീ മഹർഷി വിദ്യാലയം ഞാങ്കാട്ടരയിലാണ് ബേബിക്കുട്ടി പഠിക്കുന്നത്. 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ ക്ലാസ്സൊക്കെ അവൾ കാട്ടിത്തരുന്നത്. ഞാൻ ഇങ്ങോട്ടൊന്നും പോയിട്ടേ ഇല്ല കേട്ടോ. അവൾ 4B പഠിക്കുന്നത്. അപ്പോൾ അവളുടെ ക്ലാസ്സാണ് ഗൈസ് ഇത്. അപ്പോൾ അവൾക്ക് പിന്നെ എന്നും വന്നിട്ടുള്ളതോ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വേദൂനി അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ആദ്യം കുറച്ചൊക്കെ ഇതായിട്ടോ. അപ്പോൾ അവിടുത്തെ ചേച്ചിമാരൊക്കെ വന്ന് പറഞ്ഞു പ്രീ-KG ചേർത്തിക്കോളൂ മോനെ എന്നൊക്കെ പറഞ്ഞിട്ടോ. ഞാൻ പറഞ്ഞു ഇല്ല, 4 വയസ്സായിട്ട് LKG തന്നെ ചേർത്തണുള്ളൂ പറഞ്ഞു കേട്ടോ. നമുക്കിവിടെ ബാലവാടിയൊക്കെ വിടാമല്ലോ. പ്രീ-KG ഒക്കെ ഇപ്പോഴല്ലേ തുടങ്ങിയത്, പണ്ട് മുതലേ ഉള്ളതല്ലേ ബാലവാടി. 3 വയസ്സ് കഴിഞ്ഞാലേ ബാലവാടിയിൽ ഇരുത്തുള്ളൂ. അപ്പോൾ ആവശ്യം നിൻ്റെ സീറ്റ് ഏതാ വെച്ചപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ സീറ്റ് എന്ന് പറഞ്ഞു കേട്ടോ. റൊട്ടേഷൻ ഉണ്ട് തോന്നുന്നു. അപ്പോൾ ക്ലാസ്സിൽ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ അവൾ പറഞ്ഞു ബോർഡ് വായിച്ചിട്ട് ചോക്ക വേണം, എന്നാൽ എനിക്ക് ടൈം ടേബിൾ ഈ സൈഡിൽ എഴുതിയിടാന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ പോയ ശേഷം ചേച്ചി ചോക്ക കൊണ്ടുവന്നു, അവൾ അതൊക്കെ എഴുതിയെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അവൾ ഞാനൊന്ന് ജസ്റ്റ് അവിടേക്ക് ഒന്ന് ജസ്റ്റ് കറങ്ങി. അപ്പോൾ പ്രിൻസിപ്പൾ ആ വഴി പോകണ്ടായിരുന്നു കേട്ടോ, കാരണം ഞാൻ പെട്ടെന്ന് കയറി. ഇത് ഇവർക്ക് സ്റ്റാറാട്ടോ, ഓരോ ഡിസിപ്ലിൻ്റെയും ഇതൊക്കെ സ്റ്റാർ. അവൾക്ക് എത്ര 20 സ്റ്റാറായി എന്ന് പറയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം പുറത്തേക്ക് ഇറങ്ങി അവളോട് പറഞ്ഞു അവളുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു അമ്മയും വേദും പോയിക്കോളൂ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾക്ക് നല്ല ഉഷാറായി, കുഴപ്പമില്ല കൊണ്ടാക്കി കഴിഞ്ഞില്ല. അപ്പോൾ ഞാനും വേദും ഇതാ തിരിച്ച് പോവുക കേട്ടോ. അപ്പോൾ ആദ്യം അവൻ കുറേ നേരം കരഞ്ഞു കേട്ടോ, അവിടെ നിന്നിട്ട് വരുന്നില്ല, അവൻ ഇവിടെ ഇരുന്നാണ് ഇരിക്കുകയാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ കാറിലങ്ങോട്ട് കയറി പോയി. അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് ബീഫ് വാങ്ങാമെന്നുള്ളൊരു പ്ലാനിട്ട്, കുറേ കാലമായി ബീഫ് കഴിച്ചിട്ട്. അങ്ങനെ ബീഫും വാങ്ങി വീട്ടിൽ ചെന്ന് നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി കഴിച്ചു ഗൈസ്.